പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള പൊളിറ്റിക്കൽ സയൻസിൽ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഏക മേധാവിത്വ കാലഘട്ടം, വൺ പാർട്ടി ഡോമിനേഷൻ എന്നുള്ള പാഠത്തിൻ്റെ റിവിഷൻ, ലാസ്റ്റ് ടൈം റിവിഷൻ വീഡിയോയാണ്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഓരോ പാഠം റിവിഷൻ നടത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോ സീരീസിൻ്റെ ഒക്കെ ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ അധ്യായം 2 ഏക കക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം എന്നുള്ളത് പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെ വളർച്ച, കോൺഗ്രസ് എന്നുള്ള പാർട്ടി സ്വാതന്ത്ര്യാനന്തരം പൊതു തെരഞ്ഞെടുപ്പിൽ, ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എങ്ങനെയാണ് വിജയിച്ചിരുന്നത്, ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ കോൺഗ്രസ് പാർട്ടിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഇങ്ങനെ പോയിൻറ്റ്സ് നമുക്ക് എഴുതാം. കോൺഗ്രസ് എന്നുള്ള പാർട്ടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുണ്ടായിരുന്നു എന്നാണ്. ദേശീയ പ്രസ്ഥാനം അഥവാ സ്വാതന്ത്ര്യം നേടിയതിനുമായി ബന്ധപ്പെട്ട് സഹായിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ദേശീയ സ്വാതന്ത്ര്യ സമര മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ദെൻ അതുപോലെ തന്നെ രാജ്യവ്യാപകവും കെട്ടുറപ്പുള്ളതുമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനമുള്ള ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ്സ്. ദെൻ മൂന്നാമത്തെ പോയിൻറ്റ്, ജവഹർലാൽ നെഹ്റുവിനെ പോലെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ടായിരുന്നു. മറ്റുള്ള പാർട്ടികൾക്കില്ലാതെ പോയതും കോൺഗ്രസ്സിന് ആയിട്ടുണ്ടായിരുന്ന പ്ലസ് പോയിൻറ്റുമായിരുന്നു ഇത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സാമൂഹികവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കൂട്ടായ്മയായി മാറിയത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ്. ഗാന്ധിയുടെ വരവോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാമൂഹിക അടിത്തറ ബലപ്പെട്ടു. അതായത് ഭിന്നിച്ച് നിന്നിരുന്ന വിഭാഗക്കാരെ, നമുക്കറിയാം 1905 മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ആയിട്ട് കോൺഗ്രസ് പിളരുന്നുണ്ട്. അവരെല്ലാവരും ഗാന്ധിയുടെ വരവോടുകൂടി കോൺഗ്രസ് വീണ്ടും ഒന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള ആൾക്കാർ വരെ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നുണ്ട്. കർഷകരും വ്യവസായികളും നഗരവാസികളും ഗ്രാമീണരും കീഴ്ജാതിക്കാരും ഉന്നത ജാതിക്കാരും മധ്യ ഉപരിവർഗക്കാരും കോൺഗ്രസ്സിലെ അംഗങ്ങളായി. ഇത്തരത്തിൽ കോൺഗ്രസ്സിന് ഒരു മഴവില്ല് പോലെയുള്ള എല്ലാവരും കൂടിച്ചേർന്ന് ഭംഗിയുള്ളൊരു സംഘടനയായി മാറി എന്നുള്ളത്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ച് വിവരിക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ചാണ്. ഒന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. 1934 ആചാര്യ നരേന്ദ്രദേവ് രൂപം കൊടുത്തു. കോൺഗ്രസ്സിനെ ഒരു വിപ്ലവാത്മക സമത്വാധിഷ്ഠിത പാർട്ടിയാക്കി മാറ്റുക എന്നായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. സോഷ്യലിസ്റ്റുകൾ ജനാധിപത്യ സോഷ്യലിസം അതുപോലെ എന്ന ആശയത്തിൽ വിശ്വസിച്ചു. ജയപ്രകാശ് നാരായണൻ, അച്യുത് വിടാർധൻ, അതുപോലെ തന്നെ അശോക് മേത്ത, റാം മനോഹർ ലോഹിയ, എം ജോഷി, അതുപോലെ തന്നെ JB കൃപാലിനി, പട്ടം താണുപിള്ള തുടങ്ങിയവരായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാർ. ദെൻ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നിട്ടുള്ളത്. വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ചേർന്ന് CPI രൂപീകരിച്ചു. AK ഗോപാലൻ, SK ഡാംഗെ, EMS നമ്പൂതിരിപ്പാട്, PC ജോഷ്, അതുപോലെ തന്നെ അജയ് ഘോഷ്, P സുന്ദരയ്യ എന്നിവരായിരുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. വിപ്ലവാത്മകമായിട്ടുള്ള സോഷ്യലിസം സ്ഥാപിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. വിപ്ലവാത്മകമായിട്ടുള്ള സോഷ്യലിസം സ്ഥാപിക്കുക എന്നാണ്. ദെൻ ഭാരതീയ ജനസംഘം അടുത്തൊരു പ്രതിപക്ഷ പാർട്ടിയായിരുന്നു. 1951 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, അതുപോലെ തന്നെ ദീൻ ദയാൽ ഉപാധ്യായ എന്നിവർ ചേർന്ന് രൂപം നൽകിയതാണ്. ഭാരതീയ സംസ്കാരത്തിനും ദേശീയതക്കും പാർട്ടി ഊന്നൽ നൽകി. ഏകരാജ്യം, ഏക സംസ്കാരം, ഏകരാഷ്ട്രം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചു. അഖണ്ഡ ഭാരതം എന്ന ഐക്യഭാരതം, അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം പാർട്ടി മുന്നോട്ട് വെച്ചു.
ശ്യാമപ്രസാദ് മുഖർജി, ദീൻദയാൽ ഉപാധ്യായ, ബൽരാജ് മധുരക്, ദേവപ്രസാദ് ഘോഷ്, എ.വി. വാജ്പേയി എന്നിവയായിരുന്നു ആദ്യകാല ഭാരതീയ ജനസംഘത്തിൻ്റെ നേതാക്കന്മാരായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. ദെൻ സ്വതന്ത്ര പാർട്ടി 1959 സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, കെ മുൻഷി, എൻ.ജി. രംഗ, ബിനു മാസിനി എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത്. ഓക്കെ, ഇത് ഒരു വലതുപക്ഷ യാഥാസ്ഥിക പാർട്ടിയായിരുന്നു. മുതലാളിത്ത ഫ്യൂഡൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊണ്ടു. ഒരു പ്രോ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു ഈ പാർട്ടി. സമ്പദ് വ്യവസ്ഥയിൽ മേലുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം കുറക്കണമെന്നുള്ളതായിരുന്നു. അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ഇക്കോണമിയിലെ ഒഴിവാക്കണമെന്നുള്ളതും ഇവരെ പൊതുമേഖല സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ പൊതുമേഖലക്കും എതിരായിരുന്നു. സോഷ്യലിസ്റ്റിന് നേരെ എതിരായിരുന്നു സ്വതന്ത്ര പാർട്ടി എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിലും പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.